അപ്പോൾ ഗായ്സ് നീറോ ഗെയിമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ് നമ്മൾ ഇവിടെ വീടുണ്ടാക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഇത്തിരി അത്ര രസമില്ലാത്തൊരു പ്ലേസ് ആയതുകൊണ്ട് ഇവിടെ ബോസ് ഉണ്ട്. അതാണ് നല്ല കാര്യം. ബോസിന് നമുക്ക് ഹണ്ട് ചെയ്തിടാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് പല സാധനങ്ങളും കിട്ടും മോനെ കൊന്നാൽ. അപ്പോൾ നമുക്ക് ഇവിടെ വീടുണ്ടാക്കണ്ട ഗായ്സ്. നമുക്കൊരു വേറെ നല്ല പ്ലേസിൽ വീടുണ്ടാക്കാം. അപ്പോൾ കോർഡിനേറ്റ്സ് ഓൺ ആക്കിയിട്ട് ഞാൻ കോർഡിനേറ്റ്സ് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. സ്ക്രീൻഷോട്ട് ഇൻട്രൈസ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇവിടെ വന്നിട്ട് ബോസിനെ കൊല്ലാം. നമ്മൾ കുറച്ചുകൂടി ഗിയറപ്പ് ആവണം. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് ചലിക്കാൻ പോട്ടെ. അപ്പോൾ നമ്മളൊന്നൊരു പ്ലെയിൻസ് ഭയം കൊണ്ടിരുന്ന പ്ലെയിൻസ് ഭയമിലൊക്കെ നല്ല വീടുണ്ടാക്കാനൊരു മൂടുണ്ടാവുള്ളൂ. അവിടെയൊക്കെ നമുക്ക് അടിപൊളി വീടുണ്ടാക്കാം. നല്ല ടൈപ്പ് ഇതൊക്കെ ഉണ്ടാകും. ഈ ജഗണിലൊക്കെ കൊണ്ടുപോട്ടെ. എംതിസ്റ്റ് കിട്ടുന്നു. എന്നാൽ കുറച്ച് എടുത്തിട്ട് പോകാം. അയൺ വേണം, ഡയമണ്ട് വേണം, ഈ ബുക്കൊക്കെ വേണം. ബോണസ് ചേക്കുന്നോട്ടെ, ക്യാമ്പ് ഫയർ നോട്ടെ, ഫുഡ്, ഈ ബ്ലോക്ക് വേണം, ടൊമാറ്റോ, പിക്കാക്സ്, എമറാൾഡ്, ഇത് ഈ കൺട്രോളറ്, ഇത് വേണം, ഓറഞ്ച്, ബെറി, ബീട്രൂട്ട്, കോക്കനട്ട്. ഇത് സാധനമായി ടൈസ്. അവിടെ പോയിട്ട് അത് നമ്മൾ പട്ടിനെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് ആ സാധനത്തിൻ്റെ മുകളിൽ പോയിട്ട് നമ്മൾ കുറച്ച് എമത്തിസ്റ്റ് എടുത്തിട്ട് തരാം. ബോസ് കാണാതെ. മാങ്ങാണ്ടി ബോസിൻ്റെ ഹെൽത്ത് ഉണ്ട് ടൈസ്. നമ്മൾ അത്രയും ഒന്ന് കുറച്ചിരുന്നു. എങ്ങനെ കുറച്ച് എനിക്കറിയില്ല ടൈസ്. നിൽക്കാനറിയാതെ ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു. കാണാതെ വേണം അതൊക്കെ എടുക്കാൻ. കണ്ട ഇന്നെ പിടിച്ച് തല്ലും. എനിക്ക് വയ്യ വേണ്ടിയുള്ള അടിപൊളിക്കുള്ള പട്ടി കണ്ട് ക്രൗച്ച് ചെയ്തിരിക്കാം. നമ്മുടെ കണ്ണ് കൊന്ന് ഉണ്ടോ? അതാ പറഞ്ഞ പവർഫുള്ളാണോ? ഇത് അത്രയും വൃത്തിച്ച് കിട്ടി. 18 ഉണ്ടാവും മതി. നമുക്ക് ഇവനെയും നമ്മൾ ഈ പട്ടിക്കുട്ടീനെ പെട്ടിക്കുട്ടിയെയും നമ്മൾ ഈ പട്ടിക്കുട്ടീനെ നമുക്ക് ഇത്ര നമുക്കൊന്ന് ചലിക്കാം ഡൈസ്. എന്തൊരു ബിൽഡിങ് നമ്മൾ കാണുന്നു. ഇവിടെ തന്നെ മറ്റേ ബോസിൻ്റെ ഇതുണ്ട് ടൈസ്. നമുക്ക് കയറിയൊക്കെ ബോസ് കാണാതെ കൈസ് നമ്മളെ വിച്ചിനുണ്ടച്ച്. ഇവിടെ ഇതിലുള്ള വിച്ചുണ്ടാവും. വിച്ചവിടെ വിച്ച് ഈ ഡസ്റ്റ് എടുത്തേക്ക് ആവശ്യം വരും. വിച്ചിനെ നോക്കുന്നു. കോമ്പസ് ഇതൊക്കെ നമുക്ക് നമ്മളെ സ്പോൺ പോയിന്റ് പോവാം. ബോസ് പുറത്തുണ്ട്. ബോസ് പുറത്തുണ്ട് കേട്ടോ. അവൻ്റെ മറ്റേ ഇതും കണ്ട് അവൻ്റെ കയ്യം കണ്ട്. അങ്ങനെയൊന്ന് രക്ഷപ്പെടണം. അങ്ങനെയൊന്ന് രക്ഷപ്പെടണം. അല്ല അത് മറ്റേ മഞ്ഞൻ്റെ കൊച്ചുരുപ്പ് പേടിപ്പിക്കാൻ.
ബോസിൻ്റെ എറിയുന്നതിലുണ്ടാവും. നമുക്ക് ഇതിൻ്റെ കോർഡിനേറ്റ്സ് എടുത്താട്ടോ. ഇതിൻ്റെ കോർഡിനേറ്റ്സ് എടുത്താൽ നമുക്ക് ഈ ബോസിനെയും തല്ലിക്കൊല്ലാം ഒരൊട്ടം ഇങ്ങോട്ട് വരാം. അതിൽ സ്ക്രീൻഷോട്ട് ആവട്ടെ. അങ്ങനെ ഒരു ദിവസം എന്തിനെ കൊന്നാലും ഇങ്ങോട്ട് തരാം. ഇവിടെയാണ് ആ വിച്ച് ഉണ്ടാവും. സത്യം പറഞ്ഞാൽ നമ്മളെ ലക്ക് കൊണ്ട് ഇവിടെ ഒരു വിച്ചും കാണുന്നില്ല, രണ്ടി കാണുന്നില്ല. പോഷൻ ഓഫ് ഹെൽത്ത്, പോഷൻ ഓഫ് സ്ട്രെങ്ത് വേണ്ട, സ്ഥലമില്ല. മറ്റേ ക്രിസ്റ്റൽ കുറേ ബുക്ക് ഷെൽഫുണ്ട്. ബാരലൊന്നുമില്ല. ഇവിടെ വിച്ചുണ്ടെങ്കിൽ സ്റ്റാഫ് വാങ്ങുന്നു ഗൈസ്. വിച്ചിനാരോ കൊന്നു. ആ വിച്ചിനൊക്കെ ആരോ കൊന്നു കളഞ്ഞു. ഗൈസ് ബോസ് മരത്തിൻ്റെ ഇടയിൽ കൂടി എടുക്കൊണ്ട് ഓടിക്കാം. വെള്ളത്തിൻ്റെ ഇടയിൽ കൂടെ ഓടിക്കാം. എന്താ ഉച്ചൂല എടുക്കൊണ്ട് ബോസ് നമ്മളെ പൊട്ടിയില്ല ടൈസ്. നമ്മൾ ബാക്ക് ചെയ്യാനുണ്ട്. പോയോ ഡിസ്കണക്ട് ചെയ്യുന്ന അങ്ങനെ ഗൈസ്. ഭാഗ്യം കണ്ടില്ല. ഇവിടെ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് പോകണ്ട. അത് നല്ലത് ഗൈസ്. ഗൈസ് പ്ലെയിൻസ് ആണ് അപ്പത്രയും വലിയ പ്ലെയിൻസ് കിട്ടും വിചാരിച്ചില്ല ഗൈസ്. അവസാനം നമുക്ക് പ്ലെയിൻസ് ഭയം കിട്ടി. പക്ഷെ ഇത് നടുവിലാണെന്നേ ഉള്ളൂ. ബോസിൻ്റെ എറിയനെ കാണിച്ച ഗൈസ്. ഇതാകണ്ടോ, അതാണ് ബോസ് ആണ്. അയ്യോ ഇങ്ങോട്ടാണല്ലോ. ഗൈസ് നമ്മളെ കണ്ടപ്പോൾ ഒരു തേങ്ങ വിട്ട് ഒരുമാതിരി മറ്റേ സോണിക് വേവ് ഇല്ലേ, ഇതേപോലത്തെ എന്തോന്ന് വിട്ടിട്ട്. ഇവിടെയും കുറേ ഡിയറൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ വീടാക്കണം നമുക്ക് സേഫ് അല്ല ടൈസ്. കാരണം ആ ബോസ് എപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് വീടുണ്ടാക്കുന്നില്ല. അല്ലെങ്കിൽ പ്ലെയിൻസ് പോയി അടുക്കുന്ന ഉറപ്പാണ് ഗൈസ്. ലോക്ക് പോസ് അങ്ങോട്ട് പോകാൻ അറിയണം. പിന്നെ ശാന്തത. അവിടെ നിന്നുള്ള ആ ഗ്രാസിൻ്റെ കളറൊക്കെ മാറി ഒരു ഇളം പച്ച ടൈപ്പ് ഗ്രാസായി കേട്ടോ. അതൊക്കെ അതിൻ്റെ മുകള് ഗോപുരം. എന്താണ് ഗോപുരം? ജസ്റ്റ് ഒക്കെ ഉണ്ട്. ലോ എഫിഷ്യൻസി, പവർ 5. സീഡൊന്നും വേണ്ട. സീഡൊക്കെ നമുക്ക് ഉപ്പണി കിട്ടും. മെംതിസ്റ്റും വേണ്ട, കോക്കനട്ടും വേണ്ട. ഇതിലെന്താ ഉള്ളത്? എൻട്രപ്പോളുണ്ട്. വേണ്ട, എൻട്രപ്പോളെ കളഞ്ഞോട്ടെ. ആടെ നോട്ടെ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വന്നെടുക്കാം. മുകളോട്ട് പോയേക്കാം. മുടിട്ടച്ചിനെ പോണ്ടിട്ട് ടൈസ്. നമുക്ക് അതിൻ്റെ എടുത്തിടാം. നമുക്ക് അതിൻ്റെ മുകളിൽ എന്താണെന്ന് അറിയണം. ക്യൂരിയോസിറ്റി. ഷവലുണ്ടാക്കിയപ്പോൾ ഒരു ക്രീഡാനും ഒക്കെയാണ്. ഷവലുണ്ടാക്കാനുള്ള ബുദ്ധിയില്ലല്ലോ. ആയാലും മതിയില്ലേ? ഇതിൽ പുതിയ കുറേ എൻജാൻറ്റിമല്ല എൻജാൻറ്റി അങ്ങനെയാണ്. അത് പുതിയ റെസിപ്പി ഒക്കെ തന്നെ കുറേ എൻജാൻറ്റി പുതിയതായിട്ട് തന്നെ ട്രീ കട്ടർ എന്ന് പറഞ്ഞിട്ട് ഒക്കെ ആക്ടിവേറ്റ് ആക്കേണ്ടത് ഇങ്ങനെയെന്നൊക്കെ അറിയില്ല. നോക്കണം. ഈ നമ്മളെ റെക്കോർഡർ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു കോഡ് കളിക്കുകയില്ല. ഫ്രീ ഫയറിലൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ കളിക്കുകയല്ലോ. അത് നമുക്ക് കളിക്കാം കേട്ടോ. ഇനി മുതൽ എത്ര ഉണ്ട്?
26 ഉണ്ടല്ലേ. നമുക്കൊരു ഒരു സ്റ്റാക്കിൻ്റെ അടുത്താക്കട്ടെ. ഒരു സ്റ്റാക്കിൻ്റെ അടുത്താക്കിയിട്ട് നമുക്ക് അതിന് മുകളിൽ കയറാൻ പോട്ടോ. എന്തായാലും അതിന് മുകളിൽ ലൂട്ടുണ്ടെന്ന് ഉറപ്പാണ്, കാരണം അല്ലെങ്കിൽ അല്ലാതെ ഇങ്ങനെ നിൽക്കില്ലല്ലോ. കാരണം എന്താ റൈസ് അതിൻ്റെ മുകളിൽ കയറിയിട്ട് പിന്നെ പകുതി വെച്ചിട്ട് നമ്മൾ സാധനം അല്ലെങ്കിൽ നമ്മൾ ഊമ്പൂലേ, മൂഞ്ചി പോലെ നമ്മൾ ഡേട്ട് ഫുൾ എടുക്കണം. ബാക്സ് ആണെങ്കിൽ പോലും ഡേട്ട് എടുക്കണം. പെട്ടിലൊക്കെ നമ്മളൊപ്പം ഉണ്ട് റൈസ്. 50 കുറച്ചും കൂടി ഇവിടുന്ന് ഓക്കെ കടന്നുറങ്ങട്ടെ. നൈറ്റായില്ല അറിയണേ. സ്പിയറൊന്നും മുറിച്ച് കഴിയോ? ഇല്ല, സ്പിയറൊന്നും മുറിച്ച് കഴിയില്ല. കുറച്ചേരം പിക്കാക്സാണ് അതിനെ ഒറ്റ ബ്ലോക്ക് മതി. 64 ഒറ്റ പട്ടിയുടെ ഇതടക്കം നമുക്ക് ഫുള്ളാണല്ലോ, നമുക്ക് വേണ്ട. ഇതിപ്പോൾ തന്നെ കുറവാണ് ഐസ്, അല്ലെങ്കിൽ ഞാൻ കൊടുക്കായിരുന്നു. ഫുഡ് എൻ്റെ ഒരു 3 ഉണ്ട് ബാക്കി. ഇത് നൈറ്റ് ആകാത്ത ഇതൊരു നൈറ്റ് ഇപ്പോൾ കണ്ടോ ആ ബ്യൂട്ടി, അതൊരു കണ്ടാണ്ടായി നല്ല ഒരു അടിപൊളി ഇങ്ങനെ ഒരു സൺസെറ്റാണ്. ഇപ്പോൾ മലയുടെ മണ്ടലൊക്കെ ആണെങ്കിൽ നല്ലത് കാണാം കേട്ടോ. ഇതിൽ മൈൻക്രാഫ്റ്റ് അത് തന്നെയാണ്. യു ക്യാൻ മേക്ക് വാട്ട് മൈൻക്രാഫ്റ്റ് അങ്ങനെ അറിയോ, എത്ര മണി നമുക്ക് ഉണ്ടാക്കാം, ആരും ചോദിക്കുന്നില്ല. ഒരക്കാർ ചോദിക്കാൻ പറ്റുമോ, വേറെ കാര്യം. ഇൻഫിനിറ്റ് എന്തും ഉണ്ടാക്കാം, നമ്മളെ കഴിവനുസരിച്ച് നമുക്ക് എന്തും ഉണ്ടാക്കാം. അതാണ് മൈൻക്രാഫ്റ്റ്. മാങ്ങാണ്ടി മഴയാണ് തുടങ്ങി. അതിൻ്റെ മുകളിൽ കാരണം കുറച്ചുകൂടി ഉള്ളു, വെള്ളം വെച്ചിട്ട് വരാൻ പറ്റും. ഞാൻ പറക്കുണ്ടോ അറിയത്തോണ്ടായിരിക്കും. ലേഖനാണൊരു ബ്ലോക്കാണ്, ഞാൻ കണ്ടില്ല. പട്ടികളൊക്കെ പടം ഉറപ്പാണ്. 1-2 പട്ടിനെ എപ്പോഴും മിസ്സാവും ഐസ്, കാരണം ഇതിൻ്റെ ഒപ്പം കയറുന്നുണ്ട്. എങ്ങോട്ട് ഇഷ്ടം കയറുന്നു. ജലദോഷമാണ് ഐസ്. കയറട്ടെ എത്തും ഗൈസ്, കുറച്ചുകൂടി ഉള്ളു. ബോസൊന്നും ഇല്ല എന്തായാലും. വലിയ ടവറിന് നോക്കിനാട്ടോ നമ്മൾ കയറണേ. നാല് ബ്ലോക്കിലുള്ള ഐസിന് 2 ബ്ലോക്ക്. എൻ്റെ പറഞ്ഞ് ബ്ലോക്ക് ഉണ്ടോ? ഇതിൻ്റെ ഉണ്ടല്ലോ. വളരെ അടിപൊളിയാണ്. കുറേ പേര് വന്നേ. വേസ്റ്റ് കൊണ്ട് കിട്ടിയ വേസ്റ്റ് കിട്ടിയാണ് അവിടെ പൊട്ടിച്ചൊരു കാര്യം. നമ്മൾ പൈസ വിളിക്കാം. ഇങ്ങോട്ടൊരു കയറിയോ? ഉണ്ട് ഐസ്. ഈ വേസ്റ്റ് കൊണ്ട് ഉപകാരം എന്താ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓരോ സ്ഥലത്തേക്ക് നമുക്ക് ടെലിപ്പോർട്ടാവാം. നമ്മളതിൽ ലെവലുണ്ടെങ്കിൽ എൻജാനിമിലെ ലെവലുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്ഥലത്തേക്ക് ടെലിപ്പോർട്ടാവാം. ഇനി നമുക്ക് പെട്ടെന്ന് വിടാൻ ടെലിപ്പോർട്ടാവണമെങ്കിൽ ഈ ഒരു സാധനം ഉപയോഗിച്ചാൽ നമുക്ക് പെട്ടെന്ന് ടെലിപ്പോർട്ടാവാം. ആണ് ഈ വേസ്റ്റ് കൊണ്ട് ഉപകാരം. എന്തൊക്കെ അത് ഫെദർ ഫോളി നല്ലതാണ്. എൻ്റെ ബൂട്ടിനിട്ടാക്കിയോളം താഴത്തുനിന്ന് ഒഴുകി പോകും. ഷാർപ്നെസ്, എഫിഷ്യൻസി. എൻ്റെ വെള്ളം
താഴ്ത്തോട്ടെ എനിക്ക് എമ്മറ്റി ചെയ്യാൻ ഒരാളല്ലോ. വെള്ളത്തിലിപ്പം താഴ്ത്തു വയസ്സ് താഴത്ത് പോവാൻ മണ്ടന്നെ. എനിക്ക് മരത്തിന് മുകളിലിറങ്ങാം. മരം വളർത്തിക്കടാ ഓടിക്കോ. ഓ കിട്ടി ഗൈസ്, അത്യാവശ്യം ബ്ലൈഡ്സ് കിട്ടി. ഗൈസ് നമ്മൾ കറങ്ങി അങ്ങോട്ടാണ് വന്നോ ഗൈസ്. സ്ഥലം മനസ്സിലായി ഗൈസ് നിങ്ങൾക്ക്. നമുക്ക് വൈൽഡ് ക്യാറ്റ്സും കിട്ടുന്നുണ്ട്, നോർമൽ ക്യാറ്റ്സും കിട്ടുന്നുണ്ട്. ഇത് ഏതാ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇത് അതേ സ്ഥലം. നമ്മൾ ഫസ്റ്റ് മറ്റേ ഒരു ഡെഞ്ചൻ കാണിച്ചതില്ല നിങ്ങൾക്ക്. ആ ഡെഞ്ചനായിട്ടത്. ഇവിടെ ഉണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇഷ്ടംമാതിരി സ്പോണറുണ്ടോ. എന്നിട്ട് പോയാലത് കയ്യാൻ നോക്കട്ടെ. നമ്മൾ ഒരേ ലൂപ്പിൽ കറങ്ങിക്കൊണ്ട് കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ ഒരു ലൂപ്പിലാണ്. മണ്ടേ കയറി ഡയമണ്ട് ഇട്ടുന്ന പറഞ്ഞ് കാണിക്കുന്നു ഗൈസ്. ഒരു 64 കിലോ കൂടി നമുക്കതിൽ വുഡ് ഇട്ടാൽ പോലെ. വുഡ് ഗൈസ് കുറേ വുഡ് എത്ര നമ്മളെ ടോർച്ച് കഥ, പഴയ ടോർച്ച് കഥ കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതന്നെ സെയിം സ്ഥലം. ഞാൻ വേറെ യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ടാണ്. അതിന് മണ്ടേ കയറി നമുക്ക് ഡയമണ്ട് ഇട്ടു. കുറച്ച് മരം വെട്ടിയാൽ നമുക്ക് തന്നെ കുറേ വുഡ് കിട്ടട്ടെ. വുഡ് കുറേ കിട്ടും നമുക്ക്. ഇതൊക്കെ പാടം മുറിച്ചെടുത്തിട്ട് അതിന് മണ്ടേ കയറണം നമുക്ക്. കറിയുന്നുണ്ട് ഇവിടെ കയറിയില്ലേ കഴിഞ്ഞ 16 ഇന്നുണ്ട്. 18 കിട്ടിയിട്ടുണ്ട് ഗൈസ്. എത്ര വുഡ് ഉണ്ട് ടോട്ടൽ? ഒരു സ്റ്റാക്കിൻ്റെ അടുത്തുണ്ട്. ഒരു സ്റ്റാക്കിൻ്റെ അടുത്തുണ്ട്. അത് വേണം. ഒരു മരം പൊട്ടിത്തിന് ഒരു സ്റ്റാക്കിൻ്റെ അടുത്ത്. ഇത് ഇവിടെ വെച്ചേക്കാം. ഇവിടെ ബെഡ് ഉടച്ചിട്ട് 2-3 വട്ടം അമർത്തിയെടുത്ത റെസ്പോൺസ് സെറ്റാണ്. നമുക്കിതിന് മണ്ടേ കയറാൻ പറഞ്ഞാൽ എവിടെ വന്നിട്ട് കയറണം? ഇവിടെ വന്നിട്ട് കയറിയാൻ തുടങ്ങിയാൽ നമുക്ക് നേരെ മുകളെത്താം. ഈച്ച് മറ്റവനോടെ ഇവിടെ ചെന്നോ. ഇത് പോലെ എൻ്റെ ഒപ്പം മുകളിൽ കയറി പറയാന്ന് വെച്ചാലേ നടക്കൂല മോനെ. അവിടെ നട്ടോ അവിടെ നനങ്ങണ്ട. ഇതിൻ്റെ ഒപ്പം കയറി നല്ല നേരത്തെ മറ്റേ പട്ടീൻ്റെ ഹെൽത്തുകളും കയറണം ടൈസ്. അതുപോലെ പട്ടത്തരം കാണിക്കും. കയറ് 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 കയറ്. ഈ വാട്ടർ ബക്കറ്റ് എടുക്കാം. ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കാട്ടോ. അത്രയേ ഉള്ളൂ. ഒരു സ്റ്റാക്കിനടുത്ത് ബ്ലോക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിരുന്നില്ല. കോൾ ബ്ലോക്ക് ആരുമില്ല. ഇതെന്തിൻ്റെ കേഴ്സ് ഓഫ് ഫൈൻഡിങ്. ബ്രേക്കിംഗ് സ്കില്ല് ടു കേഴ്സ് അടുത്തെങ്കിലും എന്തത്? ട്രീ കട്ടർ ഗൈസ്. കിട്ടി. ഇനി മരം വേവേ മുറിക്കും ഗൈസ്. നമ്മൾ ഡയമണ്ട് ടൂൾസും ഉണ്ട്. അതുകൊണ്ട് മരം കഴിഞ്ഞ് വേവേ മുറിക്കാം. ട്രീ കട്ടർ വേറൊന്ന് നോക്കട്ടെ. 3 ട്രീ കട്ടർ കിട്ടി. നമുക്ക് എന്തൊക്കെ മാറ്റാം? കേബിൾ നമുക്ക് ആവശ്യമുണ്ട്. ഇത് 3 ഉള്ളൂ. പോട്ടെ.
രണ്ടെണ്ണം പോരെ, ഈ മുന്തിരി പോയിട്ടെ. ലോയിറ്റ് വേണ്ട, ഗോൾഡ് ആപ്പ് നോക്കാം. നമ്മൾ മിനിറ്റ്സാണ്. ഡയമണ്ട് 1 2 4 താഴത്തോട്ട് പോകണ്ടെങ്കിൽ ഒന്നും ചെയ്തല്ലോ. ഓക്കെ ഗൈസ്, നമ്മൾ റൈസ് കൊണ്ട് തെറ്റാണ്. ഗൈസ് നമ്മൾ റൈസ് MLG ചെയ്ത ഗൈസ് നമ്മളിങ്ങനെ നമുക്കിനി ആ ട്രീ കട്ടർ തെറ്റാൻ കാണിച്ച റൈസ്. അത് നമുക്ക് ആൻവിൽ ഉണ്ടാക്കണം. ആൻവിൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. അത് എന്തെങ്കിലും മാങ്ങാണ്ടി കളയണം ഇൻവെൻറ്ററിയിൽ നിന്ന്. 5 മിനിറ്റ് വാട്ടർ ബക്കറ്റ് അവിടെ കിട്ടോ, അപ്പം എടുക്കാം. നമുക്കിനി കുറച്ച് അയൺ ബ്ലോക്ക് ഉണ്ടാക്കണം. അയൺ ബ്ലോക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം അതറക്കട്ടെ, പിന്നെ ബ്ലോക്ക് ആക്കണം. ഇതിന് ഡയമണ്ട് അല്ല ആവശ്യം, വേസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. എൻഡർമാൻ ട്രിയർ വേണം. എൻഡർമാൻ്റെ കരച്ചിൽ നമുക്കിത് ഉണ്ടാക്കണ്ട. ഫിയർ ഓഫ് എൻഡർമാൻ. എംറ്റിസ്റ്റിൻ്റെ ആർമർ ഉണ്ടാക്കാം. നമുക്ക് പോയി ഈ ബാക്കി എത്ര 44 ബാക്കി. നമ്മളെ ആക്സ് ഇതിലിടുക, ട്രീ കട്ടറിലിടുക. വർക്കാവൂലേ? ഇങ്ങനെയാണത്, ഇങ്ങനെയല്ല. എന്തായാലും ഇതെന്ത് വാങ്ങേണ്ടി, പിന്നെ ഞാനിതുണ്ടാക്കി വെറുതെ തേങ്ങ. കുറച്ച് സ്പേസർ പോയിട്ടല്ലേ വേറെ ഉപകാരമില്ലതുകൊണ്ട്. തുടർന്ന് പലതും വരുന്നുണ്ടായി, വിളിക്കാൻ പറ്റൂല. യൂട്യൂബ് കാണുന്നത് കുറേ ചെക്കന്മാരൊക്കെ കണ്ട്, അതുകൊണ്ട് ഒന്നും വിളിച്ചറിയാൻ പറ്റൂല, പാടില്ല. വെജിറ്റിയില്ല ബാക്കിയുള്ള നല്ല അണ്ടി കിട്ടി. നമ്മളെ യാത്ര തുടങ്ങുകയാണ്. നമുക്ക് കുറച്ചിനും പോകണം. ഇത് പട്ടിനെ കൂട്ടിയില്ല, ഇപ്പം തന്നെ പട്ടിനെ കൂട്ടാതെ പോയാലും പോകാൻ പറ്റില്ല. അത് അയാളെ എന്നെ അടിക്കണേ. പിരാജുണ്ടോ അയാളെ എന്നെ അടിക്കാൻ. അത് പുതിയ മീൻ എന്തൊരു ഓറാ അത്. ഈ ഓറെന്താ നമുക്ക് ഇതെന്ത് ഓറ, പിന്നെയും ഓറ. നമുക്കൊരു ട്രീ കട്ടർ എടുത്ത് കളഞ്ഞേക്കാം. എന്തിനാ അപ്പോൾ ആവശ്യമില്ല. ഇതിനായിട്ട് വല്ല ആവശ്യമൊന്നുമില്ല. അപ്ലൈ ടു നമ്മൾ വായിക്കാൻ നടന്നില്ലേ. അടുത്ത ഗോൾഡൻ ടൈഡർ ട്രീ കട്ടറാ. അവിടെ ഇതാണ് ഞാനിവിടെ സെലക്ട് ചെയ്ത റേസ്. ഇനിയൊന്നും മാറൂല, കാരണം ഇത്രയും നടന്നു, ഇനി കിട്ടാൻ പോണില്ല. ഗൈസ് കിട്ടി, വിസാഡിൻ്റെ ബേസ് കിട്ടി. വിസാഡിൻ്റെ ബേസ് കിട്ടി. നമുക്ക് ഇനി മറ്റേ ഇത് വാങ്ങാം. ഞാൻ എൻ്റെ വീട് ഞാതാ ഗൈസ് അടിപൊളിയും പ്ലെയിൻ ഫോർ ഒരു മറ്റേ പ്ലേസ്. വില്ലേജുണ്ട്. ഇനി എന്താ വേണ്ട ഗൈസ്?
അങ്ങനെ അവസാനം നമ്മൾ തേടി നടന്ന സാധനം കിട്ടി. നേരത്തെ നമ്മളവിടെ വീണ്ടെങ്കിൽ അവസാനം ഗൈസ് ഞാൻ വർഷം പറയുമ്പോൾ കുറച്ച് സ്പീഡ് ഉണ്ടാവും. അങ്ങനെ അവസാനം നമുക്ക് എല്ലാം കിട്ടിയാണ്. വീട് ഇനി അടുത്ത എപ്പിസോഡിൽ ഉണ്ടാക്കാം. ഞാൻ ഈ എപ്പിസോഡിൽ കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യട്ടെ ഗൈസ്. എന്നിട്ട് അടുത്ത എപ്പിസോഡ് നമുക്ക് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ആ സ്റ്റാഫ് വാങ്ങിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. നമ്മളെ ബിസാർഡാണിത്. നമുക്കുണ്ട് ഇതും വാങ്ങാൻ പോയും ഇതൊന്നും വാങ്ങിയിട്ടുണ്ട്. നമുക്കിതിന് 2 ടൈപ്പ് എബിലിറ്റി ഉണ്ട്. കാണിച്ചു ടൈസ്. ഈ കല്ല് കുറച്ച് ഡ്രോപ്പായി പോയി. നമുക്കിതൊക്കെ എടുക്കാം. നമുക്ക് ഇതിൻ്റെ അതിൻ്റെ തഞ്ഞുണ്ട് 13 ടൈസ്. 13 അയണത്. അപ്പോൾ അയണിൻ്റെ ജസ്റ്റ് പ്ലേറ്റ് ഉണ്ട്. അതിലിഞ്ഞുണ്ട്. എത്ര ഗോൾഡൻ ആപ്പിളാ അത്? 6 ഗോൾഡൻ ആപ്പിൾ ടൈസ്. ഇനി ഇതിൻ്റെ പവറൊക്കെ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ അച്ചടക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞെടുക്കണ്ട. അതാണ് കുറച്ചൊരു മറ സൗണ്ട് ഉണ്ടാവും. അതെ കക്കൂസോ വിച്ച് ചടിപ്പോയതൊക്കെ നമുക്ക് അവനെ പൂട്ടിയില്ല ടൈസ്. അവിടെ മറപ്പാല്ലേ ഫോണിൽ പോയിക്കോ. ഞാൻ കാണിച്ചില്ല ടൈസ്. യൂസ് ആയിട്ടാണ് ടൈസ്. ആൾക്കാർ ഇടണം. ഞാൻ കാണിച്ചുതരാം. ഈ മോബ് നമുക്ക് എന്താ വർക്കാവ് പൊങ്ങ് അടിച്ചോയോ? അടിച്ചു വാങ്ങണ്ടി. ഇല്ലല്ലോ സമയം പൊന്തിച്ചിട്ടുണ്ടോ? ഓനെ കൊന്ന് കളഞ്ഞ. എന്തിനു വേറെ പല ഉപകാരം ഉണ്ട് കേട്ടോ. കാണിച്ചാൽ ക്രൗച്ച് ചെയ്തിട്ട് ഉണ്ടോ ലെവിറ്റേഷൻ നോക്കാം. ഇത് അധികം നേരം ഉണ്ടാവില്ല. ഞാൻ താഴത്തെച്ചത്തോളം നമുക്ക് ഈ വട്ടം ഇപ്പം നമുക്ക് വില്ലേജിൽ പോയി കളിക്കാം. നാളെ അല്ല, ഞാനിപ്പോൾ കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യട്ടെ. എന്നിട്ട് അടുത്ത വീഡിയോയിലായിരിക്കും ഞാൻ ഓഫ്ലൈനായിട്ട് സാധനം കളക്ട് ചെയ്യട്ടെ. എന്നിട്ട് അടുത്ത വീഡിയോയ്ക്ക് നമ്മൾ വലിയൊരു വീട്, അടിപൊളി വലിയൊരു നല്ല വീട് നമ്മൾ ഉണ്ടാക്കാൻ കേട്ടോ ഗൈസ്. നമുക്ക് വില്ലേജസിന് കിട്ടിയതാണ്. എനിക്ക് അടിപൊളി ബേസാണ്. അടുത്ത വീഡിയോ ഉറപ്പാണ് ഗൈസ്. അല്ല ഗൈസ് മറക്കേട്ടോ. ബെഡുള്ള നിൽക്കറ ഞാൻ കേട്ടോ. അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ട് നമ്മളൊരു വീടുണ്ടാക്കണേക്കും. പ്ലെയിൻസും കിട്ടി, വില്ലേജും കിട്ടി, സ്റ്റാഫും കിട്ടി. അപ്പോൾ ഗൈസ് ബൈ ഫ്രം നീറോ ഗെയിമിംഗ് ഗൈസ്. അടുത്ത വീഡിയോയിലേക്ക് എന്തായാലും ഉറപ്പായിട്ട് നമ്മളൊരു വീടുണ്ടാക്കണമായിരിക്കും. ഞാൻ ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ മെറ്റീരിയൽസിൽ ഓഫ്ലൈനായിട്ട് മെറ്റീരിയൽസ് കളക്ട് ചെയ്യട്ടെ, ഓഫ് ക്യാമറ ആയിട്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം നീറോ ഗെയിമിംഗ്. ഞാൻ കുറച്ച് മെറ്റീരിയൽ കളക്ട് ചെയ്തിട്ട് വീട് പണിയണമില്ല. ബൈ ഫ്രം നീറോ ഗെയിമിംഗ്.